ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ഓസ്ട്രേലിയ. ഞാൻ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ഹോം കൺട്രി ആവുകയാണ്. അതായത് ആദ്യമേ കാനഡയിലായിരുന്നു 9 years. അവിടെ നിന്ന് UK വന്നു, UK നിന്ന് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വന്നു. ഇപ്പം നമ്മൾ പോകുന്നത് നല്ല വെയിലാണ്, ആക്ച്വലി ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് പോവുകയാണ്. ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, 1-2 ആഴ്ച ആയതേ ഉള്ളൂ. എനിക്ക് വണ്ടിയൊന്നും ആയിട്ടില്ല ഇതുവരെ, വണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഞാനിങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഇവിടെ അടുത്ത് നമുക്ക് നല്ല മനോഹരമായിട്ടൊരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫിയാൽബ ബീച്ച് എന്നാണ് പറയുന്നത്. എനിക്ക് ശരിക്കും പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. എന്തായാലും നമുക്ക് കാണാം. ഇന്ന് നല്ല ചൂടാണ്, നല്ല വെയിലാണ്, നല്ല ബ്ലൂ സ്കൈ ആണ് മണ്ടയിൽ. ഓക്കെ, നമുക്കിവിടുന്നൊരു 40 minutes നടക്കാനുണ്ട്. 40 minutes 7 minutes ഡ്രൈവേ ഉള്ളൂ. ഇച്ചിരി വളഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കണം, അതുകൊണ്ടാണ് 40 minutes കാണിക്കുന്നത്. ആക്ച്വലി നല്ല തിരക്കാണ്, നല്ല ബിസി റോഡാണ്. നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം 2 minute ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടികളൊന്നും മാറുന്നില്ല. നമുക്ക് നോക്കാം ക്രോസ് ചെയ്യാൻ പറ്റുമോയെന്ന്. യെസ്, നമുക്ക് സമയം കിട്ടിയിരിക്കുകയാണ് ക്രോസ് ചെയ്യാൻ. നമ്മൾ ക്രോസ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, ഏകദേശം ഒരു 2-2.5 kilometer നടക്കാറുണ്ട്. 40 minutes ആണ് ദൂരം കാണിക്കുന്നത്. നല്ല വെയിലായതുകൊണ്ടും അത്യാവശ്യം UV റേസ് ഉള്ളത് കൊണ്ടും ഇവിടെ ക്യാൻസറൊക്കെ വരാൻ സ്കിൻ ക്യാൻസർ വരാനൊക്കെ ഭയങ്കര ഈസിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നാട്ടിലാണെങ്കിൽ വെയിലിൻ്റെ കൂടെ ചൂട് മാത്രമല്ലേ വരുള്ളൂ, പിന്നെ ആവിയും. പക്ഷേ ഇവിടെ വെയിലിൻ്റെ കൂടെ ഈ ചൂട് മാത്രമല്ല, നല്ല UV റേസും വരും, അതിനോടൊപ്പം ക്യാൻസറും കിട്ടും. അത് നമ്മുടെ സ്കിൻ ടോണുള്ളവർക്ക് കുറവാണെന്നാണ് പറയുന്നത് കിട്ടാൻ. അതായത് ഇവിടുത്തെ വൈറ്റ് സ്കിൻ ടോണുള്ളവർക്കാണ് ചാൻസസ് കൂടുതലും ക്യാൻസർ കിട്ടാൻ. ഇത് ഇവിടുത്തെ ഒരു റിട്ടയർമെൻറ്റ് വില്ലേജാണ്, ഫ്രേസർ ഷോർ എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലെ 2-3 അത്യാവശ്യം ഒത്തിരി വില്ലേജുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് റിസോർട്ടുകളെന്ന് പറയാം. റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വീടും സ്ഥലമൊക്കെ മേടിച്ച് ജീവിക്കാം. ഏകദേശം $1 million മണ്ടയിലാണ് റിട്ടയർമെൻറ്റ് ഹോം എന്നാണ് ഞാൻ കേട്ടത്. സത്യമാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും $1 million മണ്ടയിൽ എന്തായാലും കാണും. ഓക്കെ, ഇതേണ്ട ഓസ്ട്രേലിയയുടെ ബ്യൂട്ടിയൊക്കെ കണ്ടോളൂ. ഇത് ഏകദേശം നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മുടെ നാട് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും. കാരണം ക്ലൈമറ്റ് എല്ലാം, വെതറും എല്ലാം സെയിമാണ്. ചൂട്, നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ ഉള്ള എല്ലാം വലിയ വണ്ടികളാണ്, എല്ലാം വലുതാണ്. വലിയ മനുഷ്യർ, വലിയ മരങ്ങൾ, വലിയ രാജ്യം, അതാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കങ്കാരു ഉണ്ട്. സോറി, ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഇത് ഹർവേപ്പേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് കോസ്റ്റൽ ഏരിയ ആണ്, ക്വീൻസ്ലാൻഡിലുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര വെയിൽ കൂടിയതും ചൂട് കൂടിയതുമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ മൂവ് ചെയ്ത് വന്നിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ഒച്ച കേൾക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എൻ്റെ കയ്യിൽ മൈക്കില്ല, കയ്യിൽ മൈക്രോഫോണില്ല. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഇതിനിവിടെ ഈ സാധനമുണ്ട്, ഇവത്തേൽ പിടിച്ച് ഞെക്കുവാണ്. ഇവത്തേൽ ഇത് ഞെക്കുമ്പോഴത്തേനും അവിടെ സിഗ്നൽ വരും. കുറച്ച് സമയം എടുക്കുമായിരിക്കും, നമുക്ക് നോക്കാം. ഏകദേശം നിങ്ങൾ കണ്ടില്ലേ, അത്രയും സമയമാണ് എടുത്തത് ക്രോസ് ചെയ്യാൻ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ട്രാഫിക്കാണ്. ഞാൻ മാത്രമേ നടക്കുന്നുള്ളൂ, അത് വേറൊരു കാര്യം. പിന്നെ കുറച്ച് സീനിയർ സിറ്റിസൺസും കാണും ഇതിലേക്കൂടെ നടക്കാൻ. അല്ലാതെ വേറെ ആരും ഇപ്പോൾ ഇതിലേക്കൂടെ നടക്കുന്നില്ല. ഇത് കണ്ടോളൂ, റോഡൊക്കെ മാർക്ക് ചെയ്തിട്ടേക്കാണ്. നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സൈക്കിളിനും നടക്കാനുമുള്ള മാർക്കിംഗ് ആണ്. നമ്മൾ ഏകദേശം കടലിൻ്റെ അടുത്തോട്ട് അടുക്കുകയാണ്. 10-25 minute കൂടെ ഉണ്ട് എന്തായാലും. പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, ഏകദേശം ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ആലപ്പുഴയിലോട്ടൊക്കെ പോകുന്നതിൻ്റെ അതേ ഒരു വൈബ് നമുക്ക് നമ്മുടെ ഇതിൽ കാണാം. നമ്മുടെ ഈ സ്കൈയിൽ കാണാം. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് സൺഗ്ലാസ് ഞാൻ വെക്കുകയില്ലാത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സൺഗ്ലാസ് വെക്കുന്നത്. ഇവിടെ ഭയങ്കര സൺലൈറ്റും UV റേസൊക്കെയാണ്. അപ്പം സൺലൈറ്റിൽ നിന്നൊരു രക്ഷയ്ക്കായിട്ടാണ് ഇത് വെക്കുന്നത്. ഇതുകൊണ്ടും ഇതൊരു റിച്ചേഴ്സ് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. എനിക്ക് സാധനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. റോഡ് ട്രെയിൻസ് ഒന്നും ഇതിൻ്റെ അകത്തോട്ട് വരികയില്ല, കാരണം ഇത് സിറ്റിക്ക് ആയതുകൊണ്ട് റോഡ് ട്രെയിൻസ് ഒന്നും പോവുകയില്ല ഇതിൻ്റെ അകത്തോട്ട്. പക്ഷേ
അത്യാവശ്യം വലിയ വണ്ടികൾ തന്നെയാണ് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് UK ഒരു 10 months. അവിടെ ഉള്ളതുപോലെ അല്ല ഈ രാജ്യം. ശരിക്കും ഒരു കോപ്പി ക്യാറ്റ് ഓഫ് കാനഡ എന്നൊക്കെ പറയാം. കാനഡ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചൂട് ഭയങ്കര കൂടുതലാണ്, യൂറേസും ഭയങ്കര കൂടുതലാണ്. UK ഏകദേശം ഇതുപോലൊന്നും കാണാനേ പറ്റത്തില്ല. ഇതുപോലൊരു നല്ല റോഡോ ഇത്രയും വലിയ രീതിയിലുള്ള റോഡോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് UK പറയുകയാണെങ്കിൽ. വേറൊന്നും തോന്നരുത്, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയും ആൾക്കാർ ഒരു ചെറിയൊരു ഐലൻഡിലാണ് താമസിക്കുന്നത്. അതുപോലെ കൺജസ്റ്റഡ് ആണ്. അതുപോലെ പാർക്കിംഗ് ഫീ, എവിടെ ഇട്ടാലും പാർക്കിംഗ് ഫീ, അങ്ങനെയൊക്കെയാണ്. നമുക്കൊരു വണ്ടി പോലും ഒരു സ്ഥലത്ത് ഇടാൻ പറ്റുകയില്ല. അതുപോലത്തെ ഒരു സ്ഥലമാണ് UK പറയുകയാണെങ്കിൽ. വേറൊന്നുമല്ല, അതാണ് റിയാലിറ്റി. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിരനിരയായിട്ട് പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കുന്നത്. കാരണം അവർക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ല. പക്ഷേ അവർക്ക് അവിടെ ഇടാതെ പറ്റിയില്ല, കാരണം വേറെ സ്ഥലമൊന്നും ഇല്ല. പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽസ് വന്നിട്ട്, പാർക്കിംഗ് അതോറിറ്റീസുകാർ വന്നിട്ട് ചുമ്മാ പാർക്കിംഗ് കൊടുക്കുകയാണ്, ഇതും ഇല്ലാതെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് എന്തൊരു നല്ല രാജ്യമാണ്. നിങ്ങൾക്ക് മാക്സിമം സാധാരണ ടാക്സ് കൊടുക്കണ്ട, റൂമിന് റെൻ്റ് എടുത്താൽ ഇവിടെ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ UK എന്താണ് ഫുള്ള് ടാക്സ് കൊടുത്ത്, അത് എന്നാ കൊടുക്കത്തെ ടാക്സാണ്. റെൻറ്റ് കൊടുക്കുന്നതിന് പുറമെ ടാക്സും കൊടുക്കണം. എന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ പൈസയും കൊടുക്കണം. അതുപോലെയാണ് UK ഭയങ്കര കയ്യിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇതാണ് ഒരു 24 minutes കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നല്ല കാറ്റുണ്ട്. ഈ കുടയും ഞാൻ ഈ ഫോണും എല്ലാം ഞാൻ മാനേജ് ചെയ്യണം. നമുക്ക് നോക്കാം. ഒരു 24 minute കൊണ്ട് ഒരു 2 kilometer അടുത്തുണ്ട് എന്തായാലും. സുസുക്കിയുടെ കടയാന്ന് തോന്നുന്നു. കാവസാക്കി, ഹോണ്ട, സുസുക്കി മോട്ടോർ സൈക്കിളിൻ്റെ ബൈക്കിൻ്റെ സെയിൽ കടയാന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഗൈസ്, നല്ല കാവസാക്കിയുടെ നല്ല നിഞ്ചയാന്ന് തോന്നുന്നു. എത്ര CCD ആണെന്ന് എനിക്കറിയില്ല. 2000 CCD കണ്ടോ അത് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. നല്ല പാം ട്രീ ആണെന്ന് തോന്നുന്നു. ഇതുപോലെ തണലുകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. നമുക്കിനി ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഇതൊരു ഐലൻഡ് പോലെയാണ്. വണ്ടികൾ നിർത്തിയൊന്നും തരികയില്ല. നമ്മൾ വണ്ടി ഇല്ലാത്ത സമയത്ത് വൺ സൈഡ് മുറിച്ച് കയറുക, അതാണ് ഇതിൻ്റെ അകത്തൊരു പരിപാടി. സിഗ്നലൊന്നുമില്ല. ഒരു റെഫ്യൂജി ഐലൻഡ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ UK ഉണ്ട് ഇതുപോലെ ധാരാളം. പക്ഷേ അവിടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മുറിച്ച് കിടക്കാൻ ശ്രദ്ധിച്ചോണം. നമ്മളിത് മുറിച്ച് കിടന്നു. ഇതുകൊണ്ട് അവിടെ ഒരു പുള്ളി, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഇതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല, ഇഷ്ടമുള്ള പോലെ നടക്കാം എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഇത് നോക്കണമല്ലോ, അതിൻ്റെ കുറച്ച് നാളേലും നോക്കണ്ടേ. പിന്നെ ഞാനൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ശരിക്കും സുജിത് ഭക്തനെ മിസ് ചെയ്തു. ഞാനിവിടെ വന്നത് 2 weeks ആയതേ ഉള്ളൂ. 2 weeks ആയി. പക്ഷേ അദ്ദേഹം ഏകദേശം 2 weeks കഴിഞ്ഞ ആഴ്ച കണ്ട് ഇവിടുന്ന് പോയി. 2 weeks മുമ്പ് പോയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ QLDയിലോട്ട് വന്നൊന്നും അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ശരിക്കും. പക്ഷേ മെൽബൺ ആ റീജിയനിലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലായിരുന്നു കൂടുതൽ സമയവും സുജിത് ഭക്തൻ സമയം ചെലവഴിച്ചത്. ഇനി വരുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യണം. അങ്ങനെ ഒരാഗ്രഹമുണ്ട് കാണണമെന്ന്. ഇങ്ങനെ വ്ളോഗ് എടുക്കാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു വലിയൊരു വ്ളോഗറിൻ്റെ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് റീച്ചാവുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണമെന്നാണല്ലോ, അതാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ. വേറെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടുമില്ല. നിങ്ങൾ ഈ സൈൻ ശ്രദ്ധിച്ചോ? ഈ സൈൻ വരുമ്പോഴത്തേന് വണ്ടികൾ നിർത്തിത്തരണം എന്നാണ്. കണ്ടോ, നിർത്തിത്തരണം എന്നാണ് നിയമം, ഈ സൈന്. പിന്നെ ഇവിടെ സ്കൂളുണ്ട് അടുത്ത്, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഹൈസ്കൂളാണിത്, ഹെർവേ ബേ സ്റ്റേറ്റ് ഹൈസ്കൂൾ. അപ്പോൾ ഇത് ഏകദേശം കടലിനടുത്താണ്, ബീച്ചിനടുത്താണ് പിള്ളേർക്ക് സ്കൂള്. ഇനിയും കുറച്ച് നടക്കാനുണ്ട്. നല്ല വെയിലാണ് ഗൈസ്. അയ്യോ മടുത്തേ ഗൈസ്. ഇപ്പം നമ്മൾ മുമ്പേ ഹൈ സ്റ്റേറ്റ് സ്കൂൾ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ വേറൊരിതാണ് സ്റ്റേറ്റ് സ്കൂള്. ഇവിടെ പിള്ളേരാണെന്ന് തോന്നുന്നു കൂടുതലും. അവിടെ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേത് ഹൈസ്കൂളാണ്, ഇത്
സ്റ്റേറ്റ് സാധാരണ പ്രൈമറി സ്കൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. നല്ലൊരു തണൽ വൃക്ഷമാണിത്. എന്താണ് ഇത്? ആലോ എന്തോ ആണെന്ന് തോന്നുന്നു. അറിഞ്ഞു അത് കണ്ടോ? നിങ്ങൾ കണ്ടോ? അത് അങ്ങ് അകലെ കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു ബ്ലൂ സ്കൈ ബീച്ചാണ് ശരിക്കും. ഇതുണ്ടോ? ഇത് ബീച്ചിൻ്റെ അടുത്തുള്ള വീടുകളാണ്. ഭയങ്കര വലിയ വീടുകളാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹെർവേ ഹോട്ടൽ. പിന്നെ ഇത് ലിക്വർ ലെജൻസ് ഡ്രൈവ് ത്രൂ ആണ് ശരിക്കും. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ കള്ള് മേടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ് അതവിടെ. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാനഡയിൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും. UK പിന്നെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. ഇത് കൊള്ളാം കേട്ടോ, ഈ സെറ്റപ്പ് കൊള്ളാം. അങ്ങ് കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ശരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് സൺഗ്ലാസ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണും പഴുക്കും. പിന്നെ നിങ്ങൾക്ക് ചൂടിനോട് ഇഷ്ടമാണ്, സൺടാനൊക്കെ അടിക്കാൻ ഇഷ്ടമാണ്, UV റേസൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾ വേറെ ഒന്നും കുടയൊന്നും എടുക്കണ്ട. ഇപ്പം ഞാൻ എന്തായാലും UV റേസും എല്ലാം അടിക്കാൻ പോവുകയാണ്. വന്നതല്ലേ ഉള്ളൂ, ആദ്യമേ കുറച്ച് അടിച്ചേക്കാം. ഏത്? അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്നാ കാണാനുള്ളതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഇതാണ് ബീച്ച് വ്യൂ വില്ലാസാണ് ഇതെല്ലാം ശരിക്കും. എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും $1 മില്യൺ മണ്ടയുള്ള വീടുകളാണ് ഇതൊക്കെ. 2 മില്യൺ എന്തായാലും കാണുമായിരിക്കും ഇതിനൊക്കെ. അവിടെ ഒരു വലിയൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതും ബീച്ച് വ്യൂയിങ് ആണ്. നമുക്ക് എഴുന്നേറ്റ് വരുമ്പോഴേ ബീച്ച് കാണാം. ഇതിവിടെ നല്ലൊരു തണലാണ് കേട്ടോ ശരിക്കും. ഈ മരങ്ങളെല്ലാം വെച്ച് നല്ല വൃത്തിയാക്കിയാണ് ഈ സ്ഥലങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഒരു ആശ്വാസമായി, ഈ വെയിലിനൊരു ആശ്വാസമായി ഇപ്പം. അല്ലെങ്കിൽ പിന്നെ ഇടപാട് തീരും വെയിലടിച്ച്. അതാണ് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് തണുപ്പാകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും 5 ഡിഗ്രിയൊക്കെയാണ് കൂടുതലും വരുന്നത്. നല്ല തണുപ്പ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പാണ്. എന്ന് വെച്ചാൽ ഒത്തിരി തണുപ്പില്ല, എന്നാൽ ഒരു ചെറിയൊരു നല്ലൊരു ക്ലൈമറ്റിലായിരിക്കും ഓസ്ട്രേലിയ ഇനിയും വരും മാസങ്ങളിൽ ഉള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഈ മരം ഇഷ്ടം പോലുണ്ട്. നമ്മൾ ഈ ദുബായിലൊക്കെ കാണുന്ന പോലത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒത്തിരി കിളികളുണ്ട്. കിളികളുടെ ഒച്ച കിളിക്കുന്നത് കേൾക്കാം. ഒത്തിരി ടൈപ്പ് തത്തമ്മയുണ്ട് ഇവിടെ. പല കളറിലുള്ള വെള്ള, മഞ്ഞ, പച്ച, ചുമല, ബ്ലാക്ക്, അങ്ങനെ പല കളറിലുള്ള തത്തകളെ ഞാൻ കണ്ടിട്ടാണ് ഇവിടെ. അവിടെ ഒരു നല്ലൊരു ആൽമരമുണ്ട്. നിങ്ങൾ കണ്ടോ ഗൈസ്? നോക്കട്ടെ, സൂം ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് നോക്കട്ടെ. ഇത് വലിയൊരു ആൽമരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ആൽമരമാണ് ഗൈസ് ഇത്. ഇതുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് ശരിക്കും നല്ലതാണ് കേട്ടോ. നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു നേച്ചർ ഫ്രണ്ട്ലി ബീച്ച് എന്നൊക്കെ പറയാം. നമ്മുടെ അവിടേക്കാണെങ്കിൽ ബീച്ചല്ലേ ഉള്ളൂ, മൊത്തം വെയിൽ, മരങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇത് കണ്ടോ ഇവർ ചെയ്തേക്കുന്നുണ്ടോ? ഇതൊക്കെ എത്ര വർഷം മുമ്പുള്ളത് ആയിരിക്കണത്. ഇതൊക്കെ എത്ര കാലങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളായിരിക്കും. ഭയങ്കരം കേട്ടോ. നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. അതാണ് വേറൊരു രസം. അങ്ങനെ മണ്ടയിൽ എന്തൊക്കെ കിളികളുണ്ടെന്ന് ആർക്കറിയാം. ഇതേ മുമ്പേ കണ്ട പോലത്തെ ഒരു അപ്പച്ചൻ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടോ ഒരു തരം പക്ഷി. ഇതാണോ? കൊക്ക് പോലത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതൊരു എക്സ്പ്ലനേഡാണ്. അതുകൊണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുകൊണ്ടോ വെയിലിൻ്റെ ടെയിൽ ഭാഗമാണ് അവിടെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് അത് പൊങ്ങി വരുന്നത് ഏകദേശം കാണിക്കും. ഇവിടെ ഒരു പാർക്കാണ് കേട്ടോ. ഇതൊരു എക്സ്പ്ലനേഡ് പാർക്കാണ്. ഏകദേശം ഇതുണ്ട്. അതിൻ്റെ ഇത് പൊങ്ങി വരുന്നതുണ്ട് ഇവിടെയാണ്. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് എക്സ്പ്ലനേഡ്. എക്സ്പ്ലനേഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഫ്രീ പാസ്സാണ്, ഫ്രീ പാർക്കാണ്. നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഇതൊരു വാട്ടർ പാർക്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആൾക്കാർ വന്ന്, ബീച്ചിൽ വരുന്നവർ ഇവിടെ വന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നതാണ്. ഇതുണ്ട്, ഇത് ശരിക്കും നല്ലതാണ്, നൈസാണ്. അവിടെ കാണിക്കാം. അതിങ്ങനെ അതുണ്ട്, അത് അങ്ങനെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ വീഴും, വെള്ളം ഇങ്ങനെ വീഴുന്ന പാർക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ ഗൈസ്? ശരിക്കും നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ തിരയുണ്ട്. ബീച്ചിലെങ്ങും ആരും ഇല്ല, വെയിലായതുകൊണ്ടായിരിക്കും. അങ്ങോട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മെയിൻ ബീച്ച്. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇത് കണ്ടോ? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്.
ഇത്രയും നാളും വെളിയിലുണ്ടായിട്ടും കാനഡയിൽ പോലും നമുക്ക് ലേക്കുകളാണ് കൂടുതൽ, കടൽ കണ്ടിട്ടില്ല. അതങ്ങ് നോവാസ്കോഷ്യ അങ്ങ് അപ്പുറത്ത് പോകണം കടൽ കാണണേൽ. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ വന്നു ഏകദേശം 40 മിനിറ്റ് നടന്നു, ഏകദേശം 7 മിനിറ്റ് വണ്ടി ഓടിക്കാൻ. വാവ്, നിങ്ങളിത് കാണണം കേട്ടോ, നൈസാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉറപ്പായിട്ട് സൺടാൻ അടിക്കും, ഉറപ്പാണ്. ഞാനിതേണ്ട കൃത്യ സൂര്യൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത്. ഇത് സൂര്യൻ, ഇത് കടൽ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം അറിയത്തില്ല കണ്ണിൽ കൂടെ, പക്ഷെ നമുക്ക് കയ്യിലോട്ടൊക്കെ നല്ല ചൂട് വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ, അതാണ് അതിൻ്റെ അകത്ത് വേറൊരു രസം. അതുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, നല്ല നീല വെള്ളം, നീലക്കടൽ എന്ന് പറയാം, നീല പച്ച, ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് ഓസ്ട്രേലിയ. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അതുണ്ടോ, ആ അറ്റം കണ്ടോ അവിടെ ഒക്കെ, ഭയങ്കര രസമുണ്ട് കേട്ടോ. പക്ഷെ ആരും ഇല്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കടലിൽ. അതാ എനിക്കറിയത്തില്ലാത്ത, ഈ ബീച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവിടെ എക്സ്പ്ലനേഡിൽ അടിച്ച് പൊളിക്കുമോ, കഫയിൽ ബീറൊക്കെ അടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ ഇവിടെ കൂടെ വെയിൽ വന്നുകൊണ്ടിരിക്കുക. ഇതുണ്ട് ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഇതുണ്ട്, ഇങ്ങനെ നശിപ്പിക്കാൻ ആൾക്കാരുണ്ട് എവിടെയാണെങ്കിലും. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ വൃത്തികേടാക്കുന്നത്. ഭയങ്കര ഇത് ഗ്രാഫിറ്റി വരച്ച് മൊത്തം അലമ്പാക്കുക, ഗ്രാഫിറ്റി ചെയ്ത്. അതുകൊണ്ട് അതിലേക്കൂടെ ഒരു പ്ലെയിൻ പോയി. ഇവിടെ അടുത്തൊരു ഡൊമസ്റ്റിക് എയർപോർട്ടുണ്ട്, അത്യാവശ്യം വലിയ എയർപോർട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും മടിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഈ വെയിലത്തോട്ട്. പക്ഷേ എന്തോ ഇറങ്ങാൻ തോന്നി, കുറച്ച് കഷ്ടപ്പെടാൻ തോന്നി, കുറച്ച് വിയർക്കാൻ തോന്നി, കുറച്ച് വെയിൽ കൊള്ളാൻ തോന്നി. ഏതായാലും കണ്ടല്ലോ, നല്ല രസമുണ്ട്. നിങ്ങളെ കാണിക്കാൻ പറ്റി, അതിലാണ് എൻ്റെ സന്തോഷം. ഏതായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കാലൊക്കെ നനയ്ക്കാം. തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ? ഓ, അത്യാവശ്യം നല്ല ചൂടും ഇല്ല തണുപ്പും ഇല്ല, എന്നാൽ ഒരു നല്ല ടൈപ്പ് വെള്ളം കേട്ടോ, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ കാനഡയിലൊക്കെ പോയി ചാടുവാണെങ്കിൽ തന്നെ ഇപ്പം അത്യാവശ്യം സമ്മറിൻ്റെ കഴിഞ്ഞിട്ട് ഫാളിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേന് തന്നെ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേന് നല്ല നോർമൽ വാട്ടറാണ്, നോർമൽ ടെമ്പറേച്ചർ വാട്ടറാണ്. ഇത് ഫുള്ള് കല്ലാണ്, കല്ലിങ്ങനെ ഇറങ്ങി നിൽക്കുക, കല്ല് പൊങ്ങി നിൽക്കുക. ഇങ്ങോട്ട് വെള്ളം കുറച്ചേ കയറുന്നുള്ളൂ, ഇങ്ങനെ കയറി ഇറങ്ങി പോവുക. പക്ഷേ എന്ത് നല്ല നൈസ് ഇതാന്ന് നോക്കി, കൊള്ളാം. ഇവിടെ ഇത് മാത്രമല്ല ഗൈസ്, ഇനി വെയിൽ വാച്ചിങ് ഉണ്ട്, ഡോൾഫിൻ വാച്ചിങ് ഉണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ. ശരിക്കും ഒരു കോസ്റ്റൽ ഏരിയയാണ് ഈ ഹെർവേ ബേ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ഓസ്ട്രേലിയയുടെ അതിർത്തികളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പുറത്ത് കടൽ, ഇപ്പുറത്ത് ലാൻഡ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിലൊരു സ്റ്റോപ്പാണ് ഇത് ഹെർവേ ബേ. ഇനി ഇവിടുത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങളുണ്ട്, ഹോസ്പിറ്റലിൽ എയർ ആംബുലൻസ് സെറ്റപ്പുകളുണ്ട്. കാരണം ദൂരത്തേക്കൊക്കെ കൊണ്ടുപോകാൻ, പേഷ്യൻസിനെ കൊണ്ടുവരാനൊക്കെയുള്ള സെറ്റപ്പാണ്. അതുകൊണ്ട് ഇത് കാണുമ്പോഴാണ് എനിക്ക് അതങ്ങോട്ട് വിഷമം വരുന്നത്. ചുമ്മാ പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കിയേക്കുക, ഉള്ള വൃത്തികേടെല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഒരു വൃത്തി എന്നാന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു ഗാർബേജോ അങ്ങനെ ഒന്നുമില്ല, ഫുള്ള് ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ് സ്ഥലം. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇവിടെ വരണം, വൈഫിനെയും കൊണ്ട് വരണം, എൻ്റെ ചിന്നുവിനെയും കൊണ്ട് വരണം എനിക്കോട്ട്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ചിന്നു ജോലിക്ക് പോയേക്കുക. എൻ്റെ കാലേ മൊത്തം മണലായി. ഇത് സ്വാഭാവികം. പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിലാകുകയായിരുന്നു, പേടിക്കണ്ട. പോകുന്ന വഴിക്ക് ഞാൻ എവിടെയെങ്കിലും തട്ടിക്കളഞ്ഞോളാം. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. പിന്നെ ഹെർവേ ബേയിൽ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം ഒരു കോസ്റ്റൽ ഏരിയ, ഒത്തിരി പോപ്പുലേഷൻ ഇല്ല എന്നുള്ള ഇതിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഒട്ടനേകം മലയാളികളുണ്ട്, ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട്, അതുപോലെ തന്നെ മലയാളികൾ ഒത്തിരി പേരുണ്ട്. മോസ്റ്റ്ലി ഫാമിലീസാണ്. അവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ കാറില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ശരിക്കും മെയിനായിട്ട് ഇവിടെ. പിന്നെ എനിക്ക് നിങ്ങളെ ഇതൊക്കെ ഇവിടെ കാണിക്കണമെന്ന് തോന്നി. അതാണ് നമ്മൾ വന്ന വഴി, അതിലേക്കൂടെ നമ്മൾ ഇറങ്ങിയാണ് വന്നത്. ആ കാരവൻ പോകുന്ന വഴി കൂടെ അതിലേക്കൂടെ ഇറങ്ങിയാണ് വന്നത്. സുജിത് പത്തും പറഞ്ഞ പോലെ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ കാരവൻ എന്നല്ല പറയേണ്ടത് ശരിക്കും. അതിന് റീക്രിയേഷണൽ വാൻ എന്നെങ്ങാണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ.
അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ സൂപ്പർ സ്റ്റാർസൊക്കെ പോകുന്ന ക്യാരവാനില്ല, അതിന് ശരിക്കും റീക്രിയേഷണൽ വാനെന്നാണ് പറയുന്നത്. ക്യാരവാൻ എന്ന് വെച്ചാൽ അത് ഒരു എന്താ പറയുക, നമ്മുടെ പുറയിൽ വേറൊരു അറ്റാച്ച് ചെയ്തേക്കുന്ന ട്രെയിലർ, അവിടുത്തേൽ താമസിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ക്യാരവാൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. മറ്റേതിനെല്ലാം റീക്രിയേഷണൽ വാൻ എന്നാണ് പറയുന്നത്. ഇതൊരു മോഡലാണ്, നോ വേക്കൻസി എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, നോ വേക്കൻസി. അത് നല്ല മോഡലാണ്. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 ലൈനാണ് നടക്കുന്നതിന് വരെ. അതിനകത്ത് ഇത് പറയുന്നത് കേട്ടോ, കീപ് ലെഫ്റ്റ് ആക്ച്വലി വണ്ടി അടിക്കാം, വാൺ വെൻ അപ്രോച്ചിങ്. എനിക്കും ശരിക്കും മനസ്സിലായില്ല. എനിക്ക് വന്ന് കീപ് ലെഫ്റ്റ് പോകണം, അത് കഴിഞ്ഞിട്ട് സൈക്കിളുകാരൻ പുറകെ തന്നെ വരും. അപ്പം നമ്മൾ അതൊരു വാണിംഗ് പോലാണ്, അതാണ് മനസ്സിലായത്. അപ്പോൾ അതിലേക്കൂടെ വരുന്ന ആൾക്ക് റൈറ്റ് സൈഡും ഇതിലേക്കൂടെ പോകുന്ന ആൾക്ക് ലെഫ്റ്റ് സൈഡും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുഡൻസ്. നമുക്കിവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട്, ഹലോ, നമുക്കിവിടുന്ന് ബീച്ചിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. എനിക്ക് ഈ വെയിലത്തൂടെ നടന്ന് ഞാൻ മടുത്ത്. ശരി, ഇഷ്ടംപോലെ വില്ലാസാണ്, അതാണ് വേറെ രസം. നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഒരു വണ്ടി ഉണ്ടായിരുന്നതിൽ സുഖമായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വരണേൽ 10-40 മിനിറ്റ് എന്നുള്ള രീതിയാണ്. ഇതെന്തോ ഇതിൻ്റെ അകത്തൊരു ക്യാമ്പ് എന്തോ ആരണ്ടോ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്നാ നല്ല രസമെന്ന് നോക്കി. പാമ്പൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ ഗൈസ്. ഇവിടെ അതൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവും കാണിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കൊള്ളാം. ഇത് നിങ്ങൾ കണ്ടോ, ഒരു ചെറിയൊരു എന്താണെന്ന് എനിക്കറിയത്തില്ല, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ കേട്ടോ. ശരിക്കും ഇവിടുത്തെ ഈ ബേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവരെ കാണാൻ. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഹൗ ഡു ബീച്ചസ് വർക്ക്, എന്തൊക്കെയോ ഒത്തിരി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ബീച്ചിൻ്റെ ബെഡുകളെ കുറിച്ചാണ്. കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ആർ ഡൈനാമിക് പ്ലേസസ്, they are forever transforming thanks to the tides, waves and winds that act upon them. അപ്പോൾ ഇത് ടൈഡിനെ കുറിച്ചാണ്, അത് ശരിക്കും സീ ബഡിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നമുക്ക് മണ്ടേ കൂടെ പ്ലെയിനൊക്കെ പോകുന്നുണ്ട്. ചുറ്റും മണ്ടയിൽ സൂര്യനാണ്. എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം ഇനി. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, ഫ്രീ ടെൽസ്ട്ര വൈഫൈ. എൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണോ വായിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഫ്രീ വൈഫൈ ആണെന്നാണ് പറയുന്നത് കേട്ടോ. കൊള്ളാം, ഫ്രീ വൈഫൈ ഫോർ എവരി വൺ കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനെ ഒരു പോയിൻ്റ് വന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടുപോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. കോൾ ചെയ്യാൻ എനിക്ക് ഒന്ന് പൈസയോ കാർഡോ ഇടണം, അങ്ങനെയാണ്. ഇൻസേർട്ട് ഫ്രീ നാഷണൽ കോൾസ് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ വൈഫൈ ഉണ്ട്, വൈഫൈ കണക്ട് ചെയ്യാം. കൊള്ളാം, നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇതുപോലൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. നാട്ടിലെന്നല്ല, ഞാൻ UK കണ്ടിട്ടില്ല, അങ്ങനെ കാനഡയിലും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഫ്രീ വൈഫൈ സെറ്റപ്പ്. ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ UK അങ്ങനെ കാണാൻ സാധ്യത കുറവാണ്. കാനഡയും കാണുമായിരിക്കും, പക്ഷേ എന്തായാലും കൊള്ളാം. ഇത് നല്ലൊരു സെറ്റപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് മെയിനായിട്ടും ബീച്ച്, അതായത് നമ്മുടെ ഹെർവേ ബേ ബീച്ച് സെറ്റപ്പ്. പക്ഷേ ഇനിയും കാണാനുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടാണ് ഇങ്ങനെ ലിമിറ്റഡായി പോയത് ഈ വീഡിയോ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. തിരിച്ച് നടക്കാൻ ഏകദേശം ഒരു 36 മിനിറ്റ് കൊണ്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പോവുകയാണ്. പുതിയ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ. നമുക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ എനിക്കും ഒരു എനർജി ഉള്ളൂ വീഡിയോസ് ഇടാൻ. അതാണ് മെയിൻ കാര്യം ഈ വീഡിയോസ് ഇടാത്തതിൻ്റെ.
കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും പോകുന്നത്. കാരണം ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ലൊരു പുഷ് കിട്ടും ബാക്കിൽ നിന്ന്. നിങ്ങളുടെ അവിടെ നിന്ന് ഒരു പുഷ് ഉണ്ടായാലേ എനിക്ക് വീഡിയോസിലൊരു പുഷ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഗൈസ്. അപ്പം ശരി, എന്നാൽ നമുക്ക് ഇനിയും കാണാം, വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്. കേട്ടില്ല? ഓക്കെ, ബൈ.